Good morning all. Welcome to Smart Sri class. നമ്മുടെ വീണ്ടും അടുത്തൊരു ക്ലാസ്സിലേക്ക് നമ്മളിന്ന് കടന്നിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ എടുത്തുകൊണ്ടിരുന്ന ക്ലാസ്സിന്റെ തന്നെ തുടർച്ചയാണ് കേട്ടോ. ഓൾജിബ്ര ബീജഗണിതം തന്നെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കാരണം ബീജഗണിതത്തിൽ ഒരുപാട് വെറൈറ്റി പ്രോബ്ലംസ് വരാറുണ്ട്. പല പല രീതിയിൽ ഓൾജിബ്ര ഫോം ചെയ്തതിന് ശേഷം ബീജഗണിത രൂപത്തിൽ നമ്മൾ സെന്റൻസ് തന്നിരിക്കുന്ന മാത്സിലെ ഒരു ചോദ്യം നമ്മളതിനെ ഒരു മാത്തമാറ്റിക്കൽ സെന്റൻസ് അല്ലെങ്കിൽ ഓൾജിബ്ര ബീജഗണിതമാക്കി മാറ്റി അതിന്റെ പ്രോബ്ലംസ് ചെയ്യാനാകുമ്പോൾ ഒരുപാട് വെറൈറ്റി ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പൊ ഇന്നും നമ്മൾ അങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. കഴിഞ്ഞ ക്ലാസ്സിൽ എടുക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ ചെയ്ത് നമ്മളിവിടെ ക്ലാസ് കാണുക മാത്രമല്ല, ആ തന്നിരിക്കുന്ന സെൻഡ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസും അതോടൊപ്പം നിങ്ങൾ ചെയ്ത് മനസ്സിലാക്കുക. ചെയ്ത് തന്നെയാണ് പഠിക്കേണ്ടത്. മാത്സ് പഠിക്കേണ്ടത് അങ്ങനെയാണ്, ചെയ്താൽ പഠിക്കുക. വായിച്ച് ഇംഗ്ലീഷോ മലയാളമോ ഒക്കെ ഹിന്ദിയോ ഒക്കെ വായിച്ച് പഠിക്കുന്നത് പോലെ പറ്റുന്നതല്ല. അപ്പൊ മാത്സ് നമ്മൾ പരമാവധി ആ തന്നിരിക്കുന്ന ഇക്വേഷൻസോ എന്തൊക്കെയാണോ തന്നിരിക്കുന്നത് അതൊക്കെ നോക്കി കണ്ട് പഠിച്ച് കാൽക്കുലേഷൻസ് ഒക്കെ നിങ്ങൾ തന്നെ ചെയ്തു നോക്കുക. ഇപ്പൊ ഡിവൈഡ് ചെയ്യാനോ മൾട്ടിപ്ലൈ ചെയ്യാനോ കൂട്ടുക കുറയ്ക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ ചെയ്തു നോക്കാം. ഇതിവിടെ ആൻസർ ഉണ്ടല്ലോ അപ്പൊ പിന്നെ നേരിട്ട് ആൻസർ എടുത്ത് എഴുതാം, ആ ഒരു രീതി ആകാതെ തന്നിരിക്കുന്ന കാൽക്കുലേഷൻസ് ഒക്കെ എങ്ങനെ കിട്ടിയെന്നും നിങ്ങൾ വേണമെങ്കിൽ ചെയ്തു നോക്കുക. ചിലപ്പോൾ കാൽക്കുലേറ്റ് ചെയ്തതിൽ തെറ്റുണ്ടാവാൻ സാധ്യതയൊക്കെ ഉണ്ടല്ലോ. അപ്പൊ നിങ്ങൾ തന്നെ അതിനകത്ത് എന്തെങ്കിലുമൊക്കെ തെറ്റുകളുണ്ടോ, ചെയ്തിരിക്കുന്ന പ്രോബ്ലംസിന്റെ ആൻസർ കറക്റ്റ് ആണോ, ഉണ്ടാകാൻ സാധ്യത ഉണ്ടെങ്കിൽ അതൊക്കെ കണ്ടുപിടിക്കുക. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്ത് തന്നെ പഠിക്കാം മാത്സിന്റെ. അപ്പൊ ഇന്നും നമ്മൾ കുറച്ച് ഒരു 3-4 പ്രോബ്ലംസ് ഇന്ന് നമ്മൾ ഓൾജിബ്രയുടെ തന്നെ ചെയ്യാൻ പോവാണ്. അപ്പൊ ഒരു കുറച്ച് സെന്റൻസ് രീതിയിലുള്ള ചോദ്യങ്ങൾ, വേർഡ് പ്രോബ്ലം എന്നൊക്കെ നമുക്ക് പറയാം. ആ പ്രോബ്ലംസ് നമ്മൾ എങ്ങനെ സോൾവ് ചെയ്യും, അതിന്റെ ഓൾജിബ്ര എങ്ങനെ ഉണ്ടാക്കും, അതെങ്ങനെ സോൾവ് ചെയ്യാം എന്നാണ് നമ്മൾ ഇന്ന് കാണാൻ പോണേ. അപ്പൊ ക്ലാസ് തുടങ്ങിയാലോ. അപ്പൊ ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വേഗം എഴുതിയെടുക്കാട്ടെ എല്ലാവരും. തന്ന ചോദ്യം നിങ്ങളത് എഴുതിയെടുക്കുക, എന്നിട്ട് ആൻസർ ചെയ്യാൻ ശ്രമിക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഇഫ് ദ ഡിഫറൻസ് between a number and 2/3 of the number is 30, what is the number? ക്വസ്റ്റ്യൻ നമ്മളൊന്ന് ചെറുതായിട്ട് ഷോർട്ട് ആക്കിയിട്ടുണ്ട്. ഇഫ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എ നമ്പർ ആൻഡ് 2/3 ഓഫ് ദ നമ്പർ, അതായത് ഒരു സംഖ്യയുടെയും അതിന്റെ 2/3 ആ സംഖ്യയുടെ തന്നെ 2/3 ഭാഗത്തിന്റെയും എന്താ പറയാ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വ്യത്യാസം അല്ലെ? വ്യത്യാസമാണ് 30 തന്നിരിക്കുന്നത്. യു ഷുഡ് ഫൈൻഡ് ദ നമ്പർ. നിങ്ങൾക്ക് കണ്ടുപിടിക്കാനുള്ളത് ആ സംഖ്യ ഏതാണെന്നാണ്. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ഈ സെന്റൻസിന് നമ്മൾ ഒരു ഓൾജിബ്രയിലേക്ക് കൺവേർട്ട് ചെയ്യണം. നമുക്കറിയാം നമ്പർ ആണ് അറിയില്ലാത്തത്. സോ ലെറ്റ്സ് ടേക്ക് ദ നമ്പർ ആസ് എക്സ്. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ഒരു ഇത് വെച്ചിട്ട് നമുക്ക് അതിന്റെ അകത്തെ നമ്പർ നമുക്ക് എന്ത് കൊടുക്കാം? എക്സ് കൊടുക്കാം. 2/3 ഓഫ് ദ നമ്പർ എന്ന് പറഞ്ഞാലോ, വാട്ട് ഈസ് 2/3 ഓഫ് നമ്പർ? നമ്പറിന്റെ 2/3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2/3 ഇൻറ്റു എക്സ്, ദാറ്റ് ഈസ് 2x/3 എന്ന് പറയാം അല്ലെ. 2/3 ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2/3 എന്ന് പറയുമ്പോൾ അതങ്ങനെ എഴുതിയിട്ട് ഇൻറ്റു എക്സ് ആണ്. അപ്പൊ എക്സ് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 2x/3 ആണ്. ഇനി ഇതിന്റെ വ്യത്യാസമാണ്, ഡിഫറൻസ് ആണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഡിഫറൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആ നമ്പറിൽ നിന്ന് ഫസ്റ്റ് നമ്പറിൽ നിന്ന് 2/3 ഓഫ് നമ്പർ എന്ന് പറയുന്ന 2x/3 കുറയ്ക്കണം. കുറച്ചാൽ നമുക്ക് എത്ര കിട്ടും എന്നാണ്? 30 കിട്ടും. ഇതാണ് നമ്മുടെ ഓൾജിബ്ര സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നമ്മൾ എഴുതുമ്പോൾ വരിക. അതായത് നമുക്ക് തന്നിരിക്കുന്ന ആ ഒരു ക്വസ്റ്റ്യനെ നമ്മൾ കൺവേർട്ട് ചെയ്ത് നമ്മൾ ഒരു ആൾജിബ്ര ആയിട്ട് എഴുതി. ദ നമ്പർ ഈസ് നോട്ട് നോൺ. ഇവിടെ നമുക്ക് സംഖ്യ ഏതാണെന്ന് അറിയില്ല. സംഖ്യ നമ്മൾ എക്സ് എന്ന് എടുക്കുന്നു. 2/3 ഓഫ് ദ നമ്പർ എന്ന് പറയുന്നത് 2/3 ഇൻറ്റു എക്സ്, ദാറ്റ് ഈസ് 2x/3 എന്ന് എടുക്കുന്നു. അതിന്റെ ഡിഫറൻസ്, ഈ സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം, അത് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 30 ആണെന്ന്. അപ്പൊ എക്സ് മൈനസ് 2/3 എക്സ് ഈക്വൽ ടു 30. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്ക് ഓൾജിബ്ര കിട്ടി. ഇനി നമുക്ക് ഇതിന്റെ സൊല്യൂഷൻ കണ്ടെത്താം. എക്സിന്റെ വാല്യൂ കണ്ടെത്തുക എന്നാണ് നമ്മൾ സാധാരണ ഇടുന്നത് പോലെ. എക്സ് എന്ന് പറയുന്ന ഒരു ഹോൾ നമ്പർ ആണ്. അതിനെ നമ്മൾ ഒരു ഫ്രാക്ഷൻ ആക്കാൻ വേണ്ടി by 1 ഇട്ട് കൊടുക്കുക. ഒന്നുകിൽ LCM മെത്തേഡിലോ അല്ലെങ്കിൽ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ രീതിയിലോ നമുക്ക് ചെയ്യാം അല്ലെ. ഇവിടെ നമ്മൾ ഇതിനെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം, ഇത് ഇങ്ങോട്ട്. കാരണം എന്താ? ഇത് എക്സ് വേരിയബിൾ ഉള്ളതാണ്. എക്സിനെ സോൾവ് ചെയ്തിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ പിന്നീട് ചെയ്യാം. അപ്പൊ നമുക്ക് 3 ഇൻറ്റു എക്സ് ക്രോസ് മൾട്ടിപ്ലൈ 3 ഇൻറ്റു എക്സ് 3x
മൈനസ്, ഇവിടെ മൈനസ് ആയതുകൊണ്ട് മൈനസ് ഇടുന്നു, പ്ലസ് ആണെങ്കിൽ പ്ലസ് ഇടുക. ഏതാണോ നടുക്ക് കിടക്കുന്ന ചിഹ്നം അത് പോസിറ്റീവ്, അതായത് ആഡ് ചെയ്യാനാണോ മൈനസ് ചെയ്യാനാണോ എന്ന രീതിയിൽ നിങ്ങൾ നോക്കിയിട്ട് വേണം ഇടാൻ. ഇവിടെ മൈനസ് ചെയ്യാനാണ്, വ്യത്യാസം എന്ന് പറഞ്ഞതുകൊണ്ടാണ് മൈനസ് എന്ന് പറഞ്ഞു വന്നത്. കണ്ടല്ലോ, അപ്പൊ ഡിഫറൻസ് ആണ് ക്വസ്റ്റ്യനിൽ പറയുന്നത്, അതുകൊണ്ടാണ് മൈനസ് ഇട്ട്. 3 into x 3x മൈനസ് 1 into 2x 1 into 2x 2x ബൈ കോമൺ ഡിനോമിനേറ്റർ എന്തായാലും അങ്ങോട്ട് എടുത്ത് എഴുതണം, ഈക്വൽ ടു 30. വീണ്ടും നമുക്കൊന്നും കൂടി സോൾവ് ചെയ്യാം. ഈ 3 ഇവിടെ ഡിവൈഡ് ചെയ്യാനുള്ളതാണ്, നമുക്ക് അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. അപ്പൊ എന്ത് വരും? 3x മൈനസ് 2x ഈക്വൽ ടു 30 into 3 ആകും. ഡിവിഷൻ ഈക്വൽ സൈൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്താകുന്നു? മൾട്ടിപ്ലിക്കേഷൻ ആവും. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ നേരത്തേക്ക്. അപ്പൊ നമുക്കറിയാം 3x ഇന്ന് 2x കുറച്ചാൽ 1x ആണ്. 1 എഴുതില്ല എന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞതാണ്. ആ വേരിയബിളിന്റെ മുമ്പിൽ 1 എന്ന് പറയുന്ന സംഖ്യയാണ് വരുന്നതെങ്കിൽ നമ്മൾ ആ കോഫിഷ്യന്റ് എഴുതാറില്ല, ഗുണോത്തരം എഴുതാറില്ല, ആ എക്സ് മാത്രം എഴുതിയാൽ മതി. അതേസമയം മറ്റേതെങ്കിലും നമ്പർ ആണെങ്കിൽ 1 അല്ലാത്ത ഏത് സംഖ്യ വന്നാലും അത് അവിടെ എന്തായാലും എഴുതണം. 1 അവിടെ ഒരു അണ്ടർസ്റ്റുഡ് നമ്പർ ആണ്. അപ്പൊ 3x ഇന്ന് 2x കുറച്ചു, എക്സ് കിട്ടി. നൗ ദ ആൻസർ ഈസ് 30 into 3 that is 90. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന സംഖ്യ എന്ന് പറയുന്നത്, നമുക്ക് കണ്ടുപിടിക്കാനുള്ള സംഖ്യ എന്ന് പറയുന്നത് 90 ആണ്. കിട്ടിയത് മനസ്സിലായല്ലോ. നമുക്കറിയില്ലാത്ത സംഖ്യ ആയതുകൊണ്ട് നമ്മൾ അതിന് എക്സ് എന്ന് പേര് കൊടുത്തു. 2/3 ഓഫ് ദാറ്റ് നമ്പർ എന്ന് പറയുമ്പോൾ 2/3 into x എന്ന് കൊടുത്തു. അപ്പൊ 2x/3 എന്ന് കിട്ടി. അവ തമ്മിലുള്ള വ്യത്യാസം നമ്മൾ ഇങ്ങനെ എഴുതി, എക്സ് മൈനസ് 2/3 എക്സ് അല്ലെങ്കിൽ 2x/3 ഈക്വൽ ടു 30. 30 തന്നിട്ടുണ്ടായിരുന്നു, സോൾവ് ചെയ്തു. നമ്മൾ എങ്ങനെ സോൾവ് ചെയ്തത്? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ്. 3 into x 3x മൈനസ് 1 into 2x 2x ബൈ 1 into 3 കോമൺ ഡിനോമിനേറ്റർ ഈക്വൽ ടു 30. ഈ 3 എന്ന് പറയുന്നത് അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? അപ്പുറത്തേക്ക് കൊണ്ടുപോകുന്നു. ഡിവിഷൻ ചെയ്യാനുള്ള 3 അപ്പുറത്ത് പോകുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആകും. അപ്പൊ 30 into 3 3x നിന്ന് 2x കുറച്ചാൽ ദാറ്റ് ഈസ് x ഈക്വൽ ടു 30 into 3 90 എന്ന് നമുക്ക് ആൻസർ കിട്ടുന്നു. അപ്പൊ ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ. ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻ നമ്മൾ എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് എന്ന് കണ്ടല്ലോ. അപ്പോ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്താലോ? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ എഴുതാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ എഴുതാം. ദ സം ഓഫ് 3 consecutive numbers. The sum of 3 consecutive numbers is 60. Find all the numbers. ഇതിനകത്ത് ഫൈൻഡ് ഓൾ ദ നമ്പേഴ്സ് എന്നാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. ചിലപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ചോദ്യം ചോദിക്കുന്നത് അതിനകത്തെ ഏറ്റവും ചെറിയ ആദ്യത്തെ സംഖ്യ ഏതാണ്, അല്ലെങ്കിൽ ലാസ്റ്റ് ഏറ്റവും വലിയ സംഖ്യ ഏതാണ്, അല്ലെങ്കിൽ വിച്ച് ഈസ് ദ മിഡിൽ ടേം, അതൊക്കെ വേണമെങ്കിൽ ചോദിക്കാം. എന്തായാലും ഓൾ നമ്പേഴ്സ് നമുക്ക് കണ്ടുപിടിക്കാം. അതെങ്ങനെ കണ്ടുപിടിക്കാം? ദ സം ഓഫ് 3 consecutive numbers, 3 അടുത്തടുത്ത സംഖ്യകളുടെ എന്താ പറയാ സം ആണ് നമുക്ക് തന്നിരിക്കുന്നത്. എന്ത്? 60 എന്ന് പറഞ്ഞ് തന്നിരിക്കുന്നത്. ദ സം ഓഫ് 3 കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ്. എന്താണ് സം ഓഫ് 3? കോൺസിക്യൂട്ടീവ് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താ? അടുത്തടുത്ത സംഖ്യകളാണ് അല്ലെ. അപ്പൊ നമുക്ക് എങ്ങനെയാ അതിനെ ഒരു ആൾജിബ്രിക് ഫോമിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റാം? ഏതായിരിക്കും ഫസ്റ്റ് നമ്പർ? നമുക്ക് ഒരു നമ്പറും അറിയില്ല. അപ്പൊ ഫസ്റ്റ് നമ്പർ നമുക്ക് എന്തെടുക്കാം? ഫസ്റ്റ് നമ്പർ ഈസ് ഈക്വൽ ടു എക്സ് എടുക്കാം. അവിടെ നിന്നാണല്ലോ തുടങ്ങണേ. ആദ്യത്തെ സംഖ്യ, പിന്നെ അതിന്റെ അടുത്ത സംഖ്യ, പിന്നെ അതിന്റെ അടുത്ത സംഖ്യ. അപ്പൊ ആദ്യത്തെ സംഖ്യ എക്സ് എടുക്കുകയാണെങ്കിൽ വിച്ച് ഈസ് ദ സെക്കൻഡ് നമ്പർ, രണ്ടാമത്തെ നമ്പർ എന്തായിരിക്കും? തൊട്ടടുത്ത പദം, അതായത് അടുത്തടുത്ത സംഖ്യകളാണല്ലോ. അപ്പൊ ആദ്യത്തെ പദം എക്സ് ആണെങ്കിൽ തൊട്ടടുത്തത് അതിനോടുകൂടി ഒരു 1 കൂട്ടണം. ദാറ്റ് മീൻസ് എക്സ് പ്ലസ് 1. അങ്ങനെയാണെങ്കിൽ തേർഡ് നമ്പർ എന്താണ്? 3 consecutive numbers എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ തേർഡ് നമ്പർ എന്താണ് നമ്മൾ എടുക്കേണ്ടത്? എക്സ് പ്ലസ് 2. കണ്ടല്ലോ. അതായത് ഇപ്പൊ ഉദാഹരണം നമ്മൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾക്കൊന്ന് ഒരു എക്സാമ്പിൾ പോലെ പറയാം. 2 ആണ് ആദ്യത്തെ ഒരു സംഖ്യ, തൊട്ടടുത്ത കോൺസിക്യൂട്ടീവ് നമ്പർ എന്ന് പറഞ്ഞാൽ 3 ആണ്, അടുത്തത് 4 ആണ്. അപ്പൊ നമ്മളിവിടെ പറഞ്ഞതുപോലെ എക്സ് ആണ് ആദ്യത്തെ സംഖ്യ എടുത്തത്, അടുത്ത സംഖ്യ 3 കിട്ടാൻ 2ന്റെ കൂടെ ഒരു 1 ആണ് കൂട്ടിയത്. സോ എക്സ് പ്ലസ് 1. കണ്ടല്ലോ. അടുത്ത സംഖ്യ ഏതായിരുന്നു? 4 ആണ്. 2 3 4 എന്ന് പറയുന്ന അടുത്തടുത്ത 3 സംഖ്യകളില് കോൺസിക്യൂട്ടീവ് നമ്പേഴ്സിൽ 2 3 4 എന്ന് പറയുമ്പോൾ 2നെ നമ്മൾ എക്സ് ആയിട്ട് കൺസിഡർ ചെയ്യാം. അതിന്റെ കൂടെ 1 കൂടി കൂട്ടുമ്പോഴാണ് 3 കിട്ടിയത്. സോ എക്സ് പ്ലസ് 1. അടുത്തത് നമുക്ക് മൂന്നാമത്തെ സംഖ്യ കിട്ടണമെങ്കിൽ എക്സിന്റെ കൂടെ 2 കൂട്ടണം. അതായത് 2ന്റെ കൂടെ 2 കൂട്ടിയപ്പോഴാണ് 4 എന്ന് പറയുന്ന തേർഡ് ടേം കിട്ടിയത്. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? ഇതിന്റെ സം
സം എന്ന് പറഞ്ഞാൽ എന്താ? തുക എന്നാണ് അർത്ഥം. ഇതെല്ലാം കൂടി കൂട്ടുക. എക്സും x+1ഉം x+2ഉം കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 60 കിട്ടും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇനി നമുക്ക് ഇപ്പൊ നമ്മുടെ ആൾജിബ്ര ശരിയായി കണ്ടല്ലോ. ഇപ്പൊ നമ്മൾ അതിന്റെ ആൾജിബ്രിക് ഫോം എഴുതി. ഫസ്റ്റ് നമ്പർ x ആയിട്ട് എടുത്തു, സെക്കൻഡ് നമ്പർ x+1, തൊട്ടടുത്ത സംഖ്യ ഏതൊരു അടുത്തടുത്ത 3 സംഖ്യകളും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 1 ആണ് അല്ലെ. അടുത്ത സംഖ്യയോടുകൂടി ഒന്ന് വീതമാണ് കൂട്ടി പോകുക. ഇപ്പൊ 25, 26, 27 അങ്ങനെ അടുത്തടുത്ത സംഖ്യ വരുമ്പോ ആദ്യത്തെ സംഖ്യയോടൊപ്പം ഒരു 1 കൂട്ടി, രണ്ടാമത്തെ സംഖ്യക്ക് ആദ്യത്തെ സംഖ്യയോടൊപ്പം 2 കൂട്ടണം. അങ്ങനെയാണ് നമ്മൾ എക്സും x+1ഉം x+2 എടുത്തത് = 60. നമുക്കൊന്ന് സോൾവ് ചെയ്യാം. 1, 2, 3 എക്സുകൾ ഉണ്ട്. അപ്പൊ 3x പ്ലസ് 1ഉം ഈ 2ഉം അത് വേരിയബിൾ ഇല്ലാത്ത സംഖ്യയാണ്, കോൺസ്റ്റന്റ് ടേമുകളാണ്. 1ഉം 2ഉം നമുക്ക് സെപ്പറേറ്റ് കൂട്ടാം. 3 = 60. 3x അവിടെ തന്നെ നിർത്താം. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇതെങ്ങനെ സോൾവ് ചെയ്യാന്ന്. ആദ്യം എക്സ് വേരിയബിൾ ഉള്ള സംഖ്യകൾ അവിടെ നിർത്തിയത്. എന്ത് ചെയ്യണം? കോൺസ്റ്റന്റ് ടേം എക്സ് വേരിയബിൾസ് ഒന്നും ഇല്ലാത്ത സംഖ്യയാണ് ആദ്യം കൊണ്ടുപോകുക. ഒറ്റയ്ക്ക് ഓരോ സ്റ്റെപ്പായിട്ട് ചെയ്യുക. 60 പ്ലസ് 3 ഇങ്ങോട്ട് വരുമ്പോ എന്താകും? -3. സോ 3x = 57. 57 60ൽ നിന്ന് 3 കുറച്ചതാണ് 57 എന്ന് പറയുന്നത്. ഇനി നമുക്ക് എക്സ് കിട്ടും. x = 57 ഇൻറ്റു ചെയ്യാനുള്ള 3 ഇപ്പുറത്തേക്ക് വരുമ്പോ എന്താകും? ഡിവിഷൻ ആകും, /3 ആകും. 57/3 എന്തായിരിക്കും എക്സിന്റെ വില? 57/3. 57 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു പ്രാവശ്യം 5ൽ പോകും, ബാക്കി ഒരു 2 ഉണ്ട്. 27 9 പ്രാവശ്യം. സോ എന്താണ്? 3 9s are 27 കേട്ടോ. 2 അവിടെ ബാക്കി ഉണ്ടായിരുന്നു. അപ്പൊ 7ല് 9 ടൈംസ്, അപ്പൊ 19 ആണ് നമുക്ക് തന്നിരിക്കുന്ന ആ 3 കോൺസിക്യൂട്ടീവ് ടേംസിലെ ഫസ്റ്റ് നമ്പർ ആണ് നമുക്ക് കിട്ടിയത്. ഒന്നാമത്തെ സംഖ്യ 19 കിട്ടിയില്ലേ? അപ്പൊ അടുത്ത സംഖ്യകൾ ഏതാ? 3 തുടർച്ചയായ സംഖ്യകൾ എന്നല്ലേ പറഞ്ഞേക്കണേ. അപ്പൊ നമ്പേഴ്സ് ഏതൊക്കെയാണ് ആ സംഖ്യകൾ എന്ന് പറയുന്നത്? 19, 20, 21 അല്ലെ. 19, 20, 21 ഇവ 3 കൂടി കൂട്ടിയാലാണ് 60 കിട്ടുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശരിയാണോ? നമുക്കൊന്ന് ചെക്ക് ചെയ്താലോ. ഇതെല്ലാം കൂടി ഒന്ന് കൂട്ടി നോക്കിയേ. 19, 20, 21 10 0 ശിഷ്ട 1 5 1 6 കറക്റ്റ് ആണല്ലോ. അപ്പൊ തന്നിരിക്കുന്ന ആ ഒരു സെന്റൻസ് അനുസരിച്ച് നമ്മൾ ഫോം ചെയ്ത ആൾജിബ്ര, ആ ആൾജിബ്രയിൽ നിന്ന് നമ്മൾ സോൾവ് ചെയ്ത് എക്സിന്റെ വാല്യൂ നമുക്ക് കിട്ടി 19. ദാറ്റ് ദ ഫസ്റ്റ് ടേം. ഒന്നാമത്തെ സംഖ്യ 19, അടുത്ത തുടർച്ചയായ സംഖ്യകള് 1 വീതം കൂട്ടി നമ്മൾ 19, 20, 21 എന്ന സംഖ്യകൾ കിട്ടിയല്ലോ. അപ്പൊ ഇങ്ങനെയും ഒരു ക്വസ്റ്റ്യൻസ് ഈ രീതിയിലും വരാറുണ്ട് ആൾജിബ്രയുടെ. 3 കോൺസിക്യൂട്ടീവ് നമ്പറുകൾ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന സംഖ്യ, അത് കോൺസിക്യൂട്ടീവ് നമ്പർ ആകാം, കോൺസിക്യൂട്ടീവ് ഈവൺ നമ്പർ ആകാം, ഓഡ് നമ്പർ ആകാം, അങ്ങനെയും ക്വസ്റ്റ്യൻ വരും. അപ്പോഴും നമ്മൾ ഇതുപോലെ തന്നെ ഫസ്റ്റ് നമ്പർ എക്സ് എടുക്കുക. ഈവൺ നമ്പർ ആകുമ്പോൾ അപ്പൊ എന്താ ചെയ്യേണ്ടത്? ഈവൺ നമ്പർ തൊട്ടടുത്ത് ഇരട്ട സംഖ്യ കിട്ടാൻ ഇപ്പൊ ആദ്യത്തെ സംഖ്യ 2 ആണ്, അടുത്ത ഇരട്ട സംഖ്യ ഏതാ? 4 ആണ്. അപ്പൊ 2ന്റെ കൂടെ എത്ര കൂട്ടണം? 2 ആണ് കൂട്ടേണ്ടത്. അപ്പൊ x ആണ് ആദ്യത്തെ സംഖ്യ എടുക്കേണ്ടത്, x+2 രണ്ടാമത്തെ സംഖ്യ, x+4 ആണ് അടുത്ത ഇരട്ട സംഖ്യ വരുമ്പോ എടുക്കേണ്ടത്. അപ്പൊ കോൺസിക്യൂട്ടീവ് ഈവൺ നമ്പേഴ്സിന്റെ സം കാണാൻ വരുമ്പോ x ഫസ്റ്റ് നമ്പർ, x+2 സെക്കൻഡ് നമ്പർ, x+4 തേർഡ് നമ്പർ ആയിട്ട് എടുത്തിട്ട് = ഇട്ട് നമ്മൾ ആ തന്നിരിക്കുന്ന സംഖ്യ കൊടുക്കാം. കിട്ടിയല്ലോ. സോ നൗ ലെറ്റ്സ് ഡു അനദർ വൺ. നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ, ഇനിയും ഏത് വെറൈറ്റി ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ചെയ്യാനുള്ളതെന്ന് നോക്കാം. തേർഡ് ക്വസ്റ്റ്യൻ എഴുതാ എല്ലാവരും. A 1000 rupee note was changed to 10 rupee notes and 20 rupee notes. There are 70 notes in total. What is the number of 10 rupee notes and 20 rupee notes? ഇതാണ് നമുക്ക് ചെയ്യാനുള്ള അടുത്ത ക്വസ്റ്റ്യൻ. ഇതെങ്ങനെ സോൾവ് ചെയ്യും നോക്കാം. കുറച്ച് വലിയ ക്വസ്റ്റ്യൻ ആണ്. ഒരു 1000 rupee നോട്ട് വാസ് ചേഞ്ച്, ഒരു 1000 രൂപയുടെ നോട്ടാ നമുക്ക് എന്ത് ചെയ്തു? ചേഞ്ച് ചെയ്തു. 1000 രൂപയുടെ നോട്ട് ഇപ്പൊ ഇല്ലെന്നറിയാം, പക്ഷെ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ നമുക്കൊന്ന് സോൾവ് ചെയ്ത് നോക്കാം. 1000 രൂപ 2000 ഒക്കെ നിങ്ങൾക്ക് എടുക്കാം. ഇവിടെ ഒരു 1000 rupee നോട്ടാണ് നമ്മൾ ചില്ലറയാക്കി മാറ്റി. അപ്പൊ നമുക്ക് കിട്ടിയത് കുറച്ച് 10 rupee നോട്ട്സും കുറച്ച് 20 rupee നോട്ട്സും ആണ്. എണ്ണം ഒന്നും നമുക്കറിയില്ല, ഇതിന്റെ സെപ്പറേറ്റ് എണ്ണം അറിയില്ല. എല്ലാം കൂടി 10 rupee നോട്ട്സും ഉണ്ട്, അതിനകത്ത് 20 rupee നോട്ട്സും ഉണ്ട്, 20ന്റെ നോട്ടുകളുണ്ട്, 10ന്റെ നോട്ടുകളുണ്ട്. എന്നാൽ
ഇതെല്ലാം കൂടി 70 നോട്ടുകളാണുള്ളത്. ടോട്ടൽ നമ്പർ ഓഫ് നോട്ട്സ് നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 70 ആണ്. ടോട്ടൽ നമ്പർ ഓഫ് നോട്ട്സ് നമുക്ക് തന്നിരിക്കുന്നത് 70 ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിൽ നിന്ന് നമ്മൾ എത്ര 10 റുപ്പി നോട്ട്സ് ഉണ്ട്, എത്ര 20 റുപ്പി നോട്ട്സ് ഉണ്ടെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. എത്ര രൂപേനെയാണ് മാറ്റിയിരിക്കുന്നത് എന്ന് നോക്കാം. ചില്ലറയാക്കിയത് 1000 രൂപേനെയാണ്. അപ്പൊ നമുക്കൊന്ന് ചെയ്തു നോക്കാം. ഇതിലെ ഏതെങ്കിലും 10 റുപ്പി നോട്ട് നമുക്ക് എത്ര എണ്ണം ഉണ്ടെന്ന് അറിയില്ല, 20 രൂപ നോട്ടുകളും എത്ര എണ്ണം ഉണ്ടെന്ന് അറിയില്ല. അപ്പൊ നമുക്ക് ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ഐദർ 10 റുപ്പി നോട്ടോ അല്ലെങ്കിൽ 20 റുപ്പി നോട്ടോ ഏതെങ്കിലും ഒരെണ്ണത്തിന്റെ എണ്ണം നമുക്ക് എന്തെടുക്കാം? എക്സ് എടുക്കാം. കാരണം നമുക്ക് അറിയില്ലല്ലോ, അറിയില്ലാത്ത ഫിഗർ ഇവിടെ കമ്പാരിസൺ ഒന്നുമില്ല. രണ്ടിനും എത്ര എണ്ണം ഉണ്ട് നമുക്കറിയില്ല. നമുക്ക് കമ്പയർ ചെയ്ത് എടുക്കണമെങ്കിൽ ഏതെങ്കിലും ഒരു നോട്ടിന്റെ എണ്ണം നമുക്ക് എക്സ് ആയിട്ട് എടുക്കാം. സോ ലെറ്റ്സ് ടേക്ക് 10 റുപ്പി നോട്ടിന്റെ എണ്ണം നമുക്ക് എന്തായിട്ട് എടുക്കാം? നമ്പർ ഓഫ് 10 rupee notes equal to x എടുക്കാം. So what will be the number of 20 rupee notes? അങ്ങനെയാണെങ്കിൽ 20 രൂപ നോട്ടിന്റെ എണ്ണം എത്ര എണ്ണം ഉണ്ടായിരിക്കും? മൊത്തം എത്ര നോട്ടുകൾ ഉണ്ടെന്ന് നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. 70 നോട്ട്സ് ആണ്. 70 എണ്ണം ഉണ്ട്. നോട്ടുകൾ എല്ലാം കൂടി എണ്ണി നോക്കിയപ്പോൾ 70 നോട്ടുകൾ ഉണ്ട്. അതിൽ 10 ഉണ്ട്, 20 ഉണ്ട് നോട്ടുകളിൽ. പക്ഷേ നമ്മൾ ഇവിടെ എടുത്തത് ഇപ്പോൾ 10 റുപ്പി നോട്ട്സിന്റെ എണ്ണം എക്സ് എടുത്തെങ്കിൽ വാട്ട് വിൽ ബി ദ നമ്പർ ഓഫ് 20 റുപ്പി നോട്ട്സ്? 20 രൂപ നോട്ടിന്റെ എണ്ണം എത്രയായിരിക്കും? ആ 70 നിന്ന് 10 എണ്ണത്തിന്റെ കുറച്ചാ പോരെ. 70 നിന്ന് നമ്മൾ എക്സ് എടുത്തിരിക്കുന്ന 10 റുപ്പി നോട്ട്സിന്റെ എണ്ണം അങ്ങോട്ട് കുറച്ചാൽ വി വിൽ ഗെറ്റ് ദ നമ്പർ ഓഫ് 20 റുപ്പി നോട്ട്സ്. അപ്പൊ 20 രൂപ നോട്ടുകളുടെ എണ്ണം കിട്ടും. അപ്പൊ നമുക്ക് ഇനി നോക്കാം. ഈ 10 രൂപ നോട്ടുകളുടെ വാല്യൂ ഇപ്പൊ ഒരു 10 രൂപ നോട്ട് ആണെങ്കിൽ 10 രൂപയാണ് നമ്മുടെ കയ്യിലുള്ളത്. ഇഫ് ദർ ആർ 2 10 റുപ്പി നോട്ട്സ്, 2 10 രൂപ നോട്ടുകൾ ഉണ്ടെങ്കിലോ ഇറ്റ് ബിക്കംസ് 20 റുപ്പീസ്. 3 10 രൂപ നോട്ടുകൾ ഉണ്ടെങ്കിലോ ഇറ്റ് ബിക്കംസ് 30 റുപ്പീസ് അല്ലെ? നമുക്കതറിയാം. അതായത് എത്ര നോട്ടുകൾ ഉണ്ട് അതിന്റെ എണ്ണത്തിനനുസരിച്ച് അതിന്റെ വാല്യൂ കൂടിക്കൊണ്ടിരിക്കും. എണ്ണം കൂടുന്നതനുസരിച്ച്, നമ്പർ അനുസരിച്ച് അതിന്റെ വാല്യൂ കൂടും. അപ്പൊ അങ്ങനെയാണെങ്കിലേ ഈ 10 റുപ്പി നോട്ടിന്റെ വാല്യൂ എത്രയുണ്ടായിരിക്കും? വാല്യൂ ഓഫ് 10 റുപ്പി നോട്ട്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം എക്സ് ഇൻറ്റു 10 ആണ്. എത്ര എണ്ണം നമ്മുടെ കയ്യിൽ നോട്ട് ഉണ്ടോ അതിന് 10 രൂപ വെച്ച് ഇങ്ങനെ പെരുകിക്കൊണ്ടിരിക്കും, മൾട്ടിപ്പിൾ ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ 10 ഇൻറ്റു എക്സ് ദാറ്റ് ഈസ് 10x. അതുപോലെ തന്നെ വാല്യൂ ഓഫ് 20 റുപ്പീസ് ആണെങ്കിലോ 20 ഇൻറ്റു 20യുടെ എണ്ണം നമ്മൾ എത്ര എടുത്തിരിക്കുന്നത്? 20 റുപ്പി നോട്ട്സിന്റെ എണ്ണം നമ്മൾ എഴുതിയിരിക്കുന്നത് 70 മൈനസ് എക്സ് ആണ്. 70 മൈനസ് എക്സ് ആയതുകൊണ്ട് അപ്പൊ 20 ഇൻറ്റു 70 മൈനസ് എക്സ്. നോക്കാം, ഇവിടെ നമുക്ക് 20 ഇൻറ്റു 70 മൈനസ് എക്സ് ഇങ്ങനെ ഒരു സംഭവം. ഇതൊരു ബ്രാക്കറ്റിനകത്ത് 70 മൈനസ് എക്സും 20 എന്ന് പറയുന്നത് പുറത്തും കിടക്കുമ്പോൾ എപ്പോ ബ്രാക്കറ്റ് കണ്ടാലും അപ്പൊ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തോളണം. ഈ ബ്രാക്കറ്റിന്റെ പുറത്ത് കിടക്കുന്ന സംഖ്യ കൊണ്ട് ബ്രാക്കറ്റിനെ മൊത്തം നമുക്കൊന്ന് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ 20 ഇൻറ്റു 70, 2 ഇൻറ്റു 7 14 ആണ്. 2 സീറോസ് ഉണ്ട്, ഇട്ട് കൊടുക്കാം. 2 സീറോ മൈനസ് 20 ഇൻറ്റു എക്സ്. 20 ഇൻറ്റു എക്സ് അല്ല, വെറും എക്സ് അല്ല, നെഗറ്റീവ് ഉള്ളതുകൊണ്ട് നെഗറ്റീവ് ഞാൻ ആദ്യമേ ഇട്ടു. 20 ഇൻറ്റു എക്സ് 20x. നോക്കിയേ, ഇപ്പൊ നമുക്ക് വാല്യൂ ഓഫ് 10 റുപ്പി നോട്ട്സ് 10x എന്ന് വെച്ചാൽ 10 കൊണ്ട് ഗുണിക്കണം. കാരണം 10 രൂപയ്ക്ക് എണ്ണം അനുസരിച്ച് അതിന്റെ വാല്യൂ കൂടും. അതുപോലെ തന്നെ 20 റുപ്പീസിനെയും നമ്മൾ 20 കൊണ്ട് 70 മൈനസ് എക്സിനെ ഗുണിച്ചു. അതനുസരിച്ച് അതിന്റെ എണ്ണം അനുസരിച്ച് എന്ത് ചെയ്യുന്നു? 20 റുപ്പീന്റെയും വാല്യൂ മാറും. ഒരു 20 രൂപയാണെങ്കിൽ 20 ആണ് നമ്മുടെ കയ്യിലുള്ളത്. 2 20 രൂപ നോട്ടുകൾ ഉണ്ടെങ്കിലോ ഇറ്റ് ബിക്കംസ് 40, 40 രൂപയാകും. 3 20 രൂപ നോട്ടാണെങ്കിലോ 3 ഇൻറ്റു 2 6, 60 രൂപയാകും. അങ്ങനെ അപ്പൊ എണ്ണം അനുസരിച്ച് കൂടും. അപ്പൊ എണ്ണം കൊണ്ട് ആ വാല്യൂവിനെ മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് കിട്ടി. ഇനി ഇത് രണ്ടും കൂടി ചേർന്നാലോ, അതായത് വാല്യൂ ഓഫ് 10 റുപ്പി നോട്ട്സ് ദാറ്റ് ഈസ് 10x പ്ലസ് വാല്യൂ ഓഫ് 20 റുപ്പി നോട്ട്സ് ദാറ്റ് ഈസ് 1400 മൈനസ് 20x. ഇത് രണ്ടും കൂടി ചേർന്നാൽ നമ്മുടെ കയ്യിൽ എത്ര രൂപയാണ് ഉള്ളത്? 1000 രൂപ. ഈ രണ്ട് വാല്യൂസും കൂടി ചേർന്ന് നമ്മളുടെ കയ്യിലുള്ള വില എന്ന് പറയുന്നത് അല്ലെങ്കിൽ രൂപ എന്ന് പറയുന്നത് 1000 റുപ്പീസ് ആണ്. ഇനി നമുക്കിതൊന്ന് സോൾവ് ചെയ്യാൻ നോക്കാം. നമുക്ക് എന്ത് ചെയ്യാം? ഈ 10x പ്ലസ് 10x മൈനസ് 20x ആണ്. ഇത് പോസിറ്റീവ് സംഖ്യയാണ്, ഇത് നെഗറ്റീവ് സംഖ്യയാണ്. നമ്മൾ എന്താ ചെയ്യാ? വലുതിന്ന് ചെറുത് കുറച്ചിട്ട് വലുതിന്റെ ചിഹ്നം ഇടാറുണ്ട് അല്ലെ? 10x ഈ 20x കൂടി നമുക്കൊന്ന് സോൾവ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് മൈനസ് 10x ആണ്. നെഗറ്റീവ് 10x. 20 10 കുറയ്ക്കുന്നു, വലുതിന്റെ ചിഹ്നം കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ പറഞ്ഞതാണ്. ഈക്വൽ ടു ഇടാം. കാരണം ഇതിന്റെ കൂടെ x വേരിയബിൾ ഉള്ള സംഖ്യയിൽ നിന്ന് നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോകാം. 1000 ഈ 1400ന്റെ കൂടെ x വേരിയബിൾ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അതിനെ അപ്പുറത്തോട്ട് ചാടിക്കാം. അപ്പൊ പോസിറ്റീവ് 1400 ബിക്കംസ് നെഗറ്റീവ് 1400. കിട്ടിയല്ലോ. അതായത് 1000ൽ 1000 മൈനസ് ആണ്, പ്ലസ് ഇവിടെ ആയിരുന്നു, അതുകൊണ്ട് ഇപ്പുറത്തോട്ട് വന്നപ്പോ അത് മൈനസ് 1400. നെഗറ്റീവ് 10x നമുക്ക് അങ്ങനെ തന്നെ ഇറക്കി എഴുതാം. ഇവിടെയും നമുക്ക് എന്ത് ചെയ്യണം? വലുതിന്ന് ചെറുത് കുറച്ച് വലുതിന്റെ ചിഹ്നം ഇടണം. 1400 മൈനസ് 1000 എത്ര കിട്ടുക?
വെറും 400 അല്ല, -400. കണ്ടല്ലോ, വലുതിന്റെ ചിഹ്നം നെഗറ്റീവ് ആണ്, -400. ഈ നെഗറ്റീവ് ഈക്വൽ സൈഡിന്റെ രണ്ട് ഐതർ സൈഡിലും ഉള്ളതുകൊണ്ട് നെഗറ്റീവ് ഇവിടെയും ഉണ്ട് അവിടെയും ഉണ്ട്. അപ്പുറത്ത് രണ്ട് സൈഡിലും ഒരേ സംഖ്യ ഈക്വൽ സൈഡില് സിമ്പിൾ സൈൻ ആയിക്കോട്ടെ സംഖ്യ ആയിക്കോട്ടെ വന്നാൽ നമുക്കത് ക്യാൻസൽ ചെയ്യാൻ പറ്റാം. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്താലും കുഴപ്പമില്ല. x = 400/10. വേണമെങ്കിൽ ഇവിടെ നെഗറ്റീവ് ഉണ്ടായിരുന്നു, ആ നെഗറ്റീവ് ഇങ്ങോട്ട് തന്നെ താഴേക്ക് വീണ്ടും ഇറക്കി കഴിഞ്ഞാലും ഈ നെഗറ്റീവ് പോസിറ്റീവ് ആയി പോകും. 40 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ദാറ്റ് മീൻസ് 40 നമ്പർ ഓഫ് എന്താ ഉള്ളത്, 10 റുപ്പി നോട്ടാണ്. അതായത് 10 രൂപ നോട്ടിന്റെ എണ്ണമാണ് നമുക്ക് കിട്ടിയത്. എക്സിന്റെ വില, എക്സ് നമ്മൾ കൊടുത്തത് ഏതിനായിരുന്നു? 10 റുപ്പി നോട്ട്സിനാണ് നമ്മൾ എക്സ് വില കൊടുത്തത് അല്ലെ. അപ്പൊ എക്സ് എന്ന് പറയുന്നത് 40 ആണ്. 40 10ന്റെ നോട്ടുകളുണ്ട്. 40 10ന്റെ നോട്ടുകളാണ് നമ്മളുടെ കയ്യിലുള്ളത്. അങ്ങനെയാണെങ്കിൽ 20 റുപ്പി നോട്ട്സ് ഇപ്പൊ നമുക്ക് കിട്ടിയത് 10 റുപ്പി നോട്ട്സ് ആണ് 40 എണ്ണം. 40 ആണ് കിട്ടിയിരിക്കുന്നത്. ആൻഡ് 20 റുപ്പി നോട്ട്സ് കാണാൻ എന്ത് ചെയ്താൽ മതി? 70യിൽ നിന്നും നമുക്ക് ആ 10 രൂപയുടെ എണ്ണം കുറയ്ക്കാലോ. 40 കുറച്ചാൽ ദാറ്റ് ഈസ് 30. അപ്പൊ 30 എണ്ണം എന്തുണ്ട്? 20 റുപ്പി നോട്ട്സ് ഉണ്ട്. ഇനി ഇവർ പറഞ്ഞ നമ്മളോട് 1000 രൂപയാണ് നമ്മൾ ചില്ലറയാക്കിയത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കിട്ടിയ എണ്ണം നമ്പർ അനുസരിച്ച് നമുക്ക് പറഞ്ഞിരിക്കുന്ന ആ ഒരു 1000 രൂപ ആവുമെന്ന് നോക്കണ്ടേ. അപ്പൊ നമ്മൾ ചെയ്ത കണക്ക് വെച്ച് നമുക്കൊന്ന് നോക്കാം. 10 റുപ്പി നോട്ട്സ് നമുക്ക് കിട്ടിയത് 40 ആണ്. 10x. അപ്പൊ 10 × 40 = 400 കിട്ടിയല്ലോ. 30 ആണ് 20 രൂപ നോട്ടുകൾ. അപ്പൊ 30 × 20 20 രൂപ നോട്ടുകളാണ്. 20 × 30 നമുക്ക് കിട്ടും 600. ടോട്ടൽ നമ്മളുടെ കയ്യിൽ ഉണ്ടായിരുന്ന 1000 രൂപ കറക്റ്റ് ആയി കിട്ടിയില്ലേ? ഇത് കറക്റ്റ് ആയില്ലെങ്കിൽ നമ്മൾ ചെയ്തിരിക്കുന്ന എക്സിന്റെ വാല്യൂ എവിടെയോ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നതായിരിക്കാം. അപ്പൊ നമ്മള് ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ചെയ്യേണ്ടത് ഇതാണ്. ഏതെങ്കിലും ഒരു നോട്ടിന്റെ വാല്യൂ നമ്മൾ എക്സ് ആയിട്ട് എടുക്കാം. അപ്പൊ മറ്റേ നോട്ടിന്റെ എണ്ണം എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് നോട്ട്സിൽ നിന്ന് നമ്മൾ എടുത്തിരിക്കുന്ന എക്സ് അങ്ങോട്ട് കുറയ്ക്കാം, മൈനസ് ചെയ്യാം. പക്ഷെ അത് വെച്ച് നമുക്ക് എക്സ് + 70 - എക്സ് കൊടുത്തിട്ട് = 1000 നമുക്ക് എഴുതാൻ പറ്റില്ല. കാരണം എന്താണ്? എക്സ് എന്ന് പറയുന്നത് ഒരു നോട്ടിന്റെ വിലയാണ്. അങ്ങനത്തെ എത്ര നോട്ടുണ്ട് നമുക്കറിയില്ലല്ലോ. അപ്പൊ എണ്ണം അനുസരിച്ചായതുകൊണ്ട് 10 റുപ്പി നോട്ട്സിന്റെ വാല്യൂ കാണാൻ 10 × എക്സും 20 റുപ്പീസിന്റെ നോട്ടാണെങ്കിൽ 20 × ഏത് റുപ്പിയുടെ നോട്ടാണോ അത് വെച്ച് അതിനെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ ബ്രാക്കറ്റ് വരും. ആ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് നമ്മൾ എടുത്തു. അത് കിട്ടിയതാണ്. ആ വാല്യൂസിന്റെ ടോട്ടലാണ് നമ്മൾ എന്തിലേക്ക് എഴുതേണ്ടത്? ഈക്വൽ ടു ഇട്ട് നമുക്ക് തന്നിരിക്കുന്ന നോട്ടിന്റെ ആ വാല്യൂ 1000 ആണെങ്കിൽ 1000 എഴുതാ, 500 റുപ്പി നോട്ട് ആണെങ്കിൽ 500 എന്ന് എഴുതാ, 2000 റുപ്പി നോട്ട് ആണെങ്കിൽ 2000 എന്ന് എഴുതാം. ഏത് നോട്ടാണോ അതനുസരിച്ച് ചെയ്യാം. എന്നിട്ട് നമ്മൾ ആൾജിബ്രയ്ക്ക് ഇക്വേഷൻ ആയി അന്നേരം അത് സോൾവ് ചെയ്യാം. ഇവിടെ ഇത്രയും തുടങ്ങി നമ്മൾ സോൾവ് ചെയ്തതാണ്. +10x + 1400 - 20x = 1000. 1000 നമ്മൾ എക്സുകൾ നമ്മൾ എന്ത് ചെയ്തു? സിംപ്ലിഫൈ ചെയ്തു. വലുതിന്ന് ചെറുത് കുറച്ചു. വലുതിന്റെ ചിഹ്നോട്ട് -10x 1400 അപ്പുറത്തേക്ക് കൊണ്ടുപോയി 1000 - 1400 ഇവിടെ നമ്മൾ സോൾവ് ചെയ്തപ്പോ x = 400/10. -400/10 ഒന്നില്ലെങ്കിൽ ഇവിടെ തന്നെ വെച്ച് നമുക്ക് ആ നെഗറ്റീവ് സൈൻ വെട്ടിക്കളയാം. അല്ലെങ്കിൽ -1400/10 അവിടെയും നമുക്ക് പോസിറ്റീവ് ആക്കാം. 0 വെട്ടി 40 ആണ് നമുക്ക് എക്സ് എന്ന് പറയുന്ന 10 രൂപ നോട്ടുകളുടെ എണ്ണം നമുക്ക് കിട്ടിയത് 40. എങ്ങനെയാണെങ്കിൽ 20 രൂപ നോട്ടിന്റെ എണ്ണം കാണാൻ മൊത്തത്തിൽ നമ്മുടെ 70 നോട്ടുകളാണുള്ളത്. അതിൽ നിന്ന് 10 രൂപ നോട്ടുകളുടെ എണ്ണമായ 40 നമ്മൾ മൈനസ് ചെയ്തു. നമുക്ക് കിട്ടിയത് 20 രൂപ നോട്ടിന്റെ എണ്ണം 30 ആണ്. നമ്മളുടെ സൊല്യൂഷൻ കറക്റ്റ് ആണോ എന്ന് നോക്കാൻ ചെക്ക് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്തു? 10x ആണ് നമ്മൾ 10 രൂപ നോട്ടിന്റെ എടുത്തിരിക്കുന്നത്. അപ്പൊ 10 × എക്സിന്റെ വില 40, നമ്മൾ 400 എഴുതി. 20 റുപ്പി നോട്ട്സിന്റെ എണ്ണം നമുക്ക് കിട്ടിയത് 30 ആണ്. 20 × 30 600 പ്ലസ് ചെയ്യുമ്പോൾ നമുക്ക് 1000 കിട്ടിയല്ലോ. ഈ ഒരു കണക്ക് എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത്? അപ്പൊ ഈ രീതിയിൽ നമ്മൾക്ക് നമ്മളുടെ ആൾജിബ്ര ഇക്വേഷൻസിൽ അല്ലെങ്കിൽ ഫോം ചെയ്യാനായിട്ട് കണക്കുകൾ വരാറുണ്ട്. അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. Among two numbers, the first number is 3 times of second number. The sum of numbers is 20. Find the numbers. അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താന്ന് നോക്കിയേ.
among two numbers, രണ്ട് സംഖ്യകൾ ഏതോ രണ്ട് സംഖ്യകളാണ്. ആ രണ്ട് സംഖ്യകളിൽ ഫസ്റ്റ് നമ്പർ ഈസ് 3 times of the second number. രണ്ടാമത്തെ സംഖ്യയുടെ 3 മടങ്ങാണ് ഫസ്റ്റ് നമ്പർ എന്നാണ്. ക്വസ്റ്റ്യൻ അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ഫസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് രണ്ടാമത്തെ സംഖ്യയുടെ 3 മടങ്ങാണ്. ഒരു സംഖ്യ നമുക്ക് തന്നല്ലേ, പക്ഷേ ഏതോ ഒരു സംഖ്യക്ക് അവിടെ ഒരു കമ്പാരിസൺ പറയുന്നുണ്ട്, ഒരു ക്ലൂ ഉണ്ട് നമുക്ക് അല്ലെ. ഫസ്റ്റ് നമ്പർ ഈസ് 3 times the second number. അപ്പൊ ഫസ്റ്റ് നമ്പറിനെ കുറിച്ച് ഒരു ക്ലൂ ഉണ്ട്. എന്താണ്? സെക്കൻഡ് നമ്പറിന്റെ 3 ഇരട്ടി അല്ലെങ്കിൽ 3 times എന്ന് പറഞ്ഞാൽ 3 ഇരട്ടി എന്നാണ്. അപ്പൊ നമുക്ക് തരാത്ത അൺനോൺ ആയിട്ടുള്ള ശരിക്കും അൺനോൺ ഫിഗർ സംഖ്യ ഏതാണ്? സെക്കൻഡ് നമ്പർ ആണ് നമുക്ക് ഇല്ലാത്തത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? സെക്കൻഡ് നമ്പർ എക്സ് ആയിട്ട് എടുക്കും. സോ ദ ഫസ്റ്റ് നമ്പർ വിൽ ബി, ഫസ്റ്റ് നമ്പർ എന്ത് വരും? 3 times of second number എന്നാണ് പറയുന്നത്. 3 times എന്ന് പറയുമ്പോൾ സെക്കൻഡ് നമ്പറിന്റെ 3 times 3 into x ആണ് 3x. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? സം ഓഫ് നമ്പേഴ്സ് ഈസ് 20. ഈ സംഖ്യകൾ തമ്മിൽ കൂട്ടിയാൽ 20 കിട്ടും. സിമ്പിൾ ആണ്. ഈ രണ്ട് സംഖ്യകളും, അതായത് ഫസ്റ്റ് നമ്പർ എടുത്തത് ഏതാണ്? സെക്കൻഡ് നമ്പർ എടുത്തത് എക്സ് ആണ്, ഫസ്റ്റ് നമ്പർ നമ്മൾ 3x. ഇത് രണ്ടും കൂട്ടിയാൽ എത്ര കിട്ടും? 20 കിട്ടും. ഇപ്പൊ അൽജിബ്ര ഫോം ചെയ്തു. അപ്പൊ നമുക്കൊന്ന് ചെയ്യാം. ഇവിടെ എക്സ്, ഇത് രണ്ടും ലൈക്ക് ടേംസ് ആണ്. എക്സിന്റെ കൂടെ 3x കൂട്ടാൻ പറ്റും, ലൈക്ക് ടേംസ് ആയതുകൊണ്ട്. അപ്പൊ 4x = 20. എക്സ് ഇവിടെ നമുക്ക് 4 മൾട്ടിപ്ലൈ ചെയ്യാനുള്ളതാണ്. ഇപ്പുറത്തേക്ക് വരുമ്പോൾ ഡിവിഷൻ ആകും. സോ ദ വാല്യൂ ഓഫ് എക്സ് ഈസ് 5. 5 4s are 20. എക്സ് എന്ന് പറയുന്നത് ഏത് സംഖ്യ നമുക്ക് കിട്ടിയേക്കണേ? സെക്കൻഡ് നമ്പർ ആണ് 5 എന്ന് പറയുന്നത്. സെക്കൻഡ് നമ്പർ നമുക്ക് 5 കിട്ടി. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് നമ്പർ എന്തായിരിക്കും? 3 into 5 = 15. കണ്ടല്ലോ, 15 ആണ് ഫസ്റ്റ് നമ്പർ. 15ഉം 5ഉം, അതായത് ഒന്നാമത്തെ സംഖ്യ എന്ന് പറയുന്നത് രണ്ടാമത്തെ സംഖ്യയുടെ 3 ഇരട്ടി ആണോ നോക്കിയാൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. ആദ്യത്തെ സംഖ്യ എന്ന് പറയുന്നത് ഫസ്റ്റ് നമ്പർ ഇതാണ് 3 into x. അതെന്ന് പറയുന്നത് രണ്ടാമത്തെ സംഖ്യ നമ്മൾ എടുത്ത x ആണ്. ആ എക്സിന്റെ 3 ഇരട്ടി എന്ന് പറയുമ്പോൾ x നമുക്ക് കിട്ടി. എത്ര കിട്ടി? 5. 5ന്റെ 3 ഇരട്ടി എത്രയാ? 5 into 3 15. അത് രണ്ടും കൂട്ടിയാൽ 20 കിട്ടോ? കിട്ടില്ലേ? 5 + 15 20 ആണ് നമുക്ക് തന്നിരിക്കുന്ന സം. ചോദ്യത്തിൽ അതാണ് പറഞ്ഞിരുന്നത്, അതുകൊണ്ട് നമുക്ക് കിട്ടുകയും ചെയ്തു. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ, ഈ ഒരു ക്വസ്റ്റ്യനും കൂടി ചെയ്യാം. എ മാൻ gives half of his income to wife half of remaining to son, again half of the rest to his daughter, and the remaining income with him is 200. What was his actual income? ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന അടുത്ത ക്വസ്റ്റ്യൻ. എ മാൻ ഗിവ്സ് ഹാഫ് ഓഫ് ഹിസ് ഇൻകം ടു ഹിസ് വൈഫ്, ഹാഫ് ഓഫ് ദ റിമൈനിങ് ടു ഹിസ് സൺ, ആൻഡ് ഹാഫ് ഓഫ് ദ റെസ്റ്റ്, ബാക്കിയുള്ളതിന്റെ പകുതി ഭാഗം ടു ഹിസ് ഡോട്ടർ, ആൻഡ് ദ റിമൈനിങ് ഇൻകം വിത്ത് ഹിം ഈസ് 200. ബാക്കി എല്ലാം കൊടുത്തു കഴിഞ്ഞ് ബാക്കി അയാളുടെ കയ്യിൽ 200 രൂപ ബാക്കിയുണ്ട് എങ്കിൽ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന ഇൻകം എത്രയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അയാളുടെ കയ്യിലുള്ള ഇൻകം നമുക്ക് തന്നിട്ടില്ല. അദ്ദേഹത്തിന്റെ ഇൻകം നമുക്ക് എന്തെടുക്കാം? ഇൻകം ഇസ് ഈക്വൽ ടു എക്സ്. ഇൻകം നമുക്ക് എക്സ് ആയിട്ട് എടുക്കാം. ഈ എക്സിൽ നിന്ന് ആദ്യം അദ്ദേഹം എന്ത് ചെയ്യുന്നു? ഭാര്യയ്ക്ക് കൊടുക്കുന്നു അല്ലെ, വൈഫിന് ഹാഫ് കൊടുക്കുന്നുണ്ട്. എക്സിന്റെ ഹാഫ് എന്ന് പറയുമ്പോൾ എന്ത് വരും? x/2 അല്ലെ. വീണ്ടും അതിന്റെ പകുതി ടു ഹിസ് സൺ ആണ്. ഏതിന്റെ? ഇനിയുള്ള ബാക്കിയുള്ളതിന്റെ. ഇതിന്റെ ബാക്കിയാണ് x/2ന്റെ പകുതി അദ്ദേഹം മകന് കൊടുക്കുന്നു, ദാറ്റ് ഈസ് x/4. വീണ്ടും അതിന്റെ പകുതി ആർക്ക് കൊടുക്കുന്നു? ഡോട്ടർ, മകൾക്ക് കൊടുക്കുന്നു. എങ്കിൽ x/4ന്റെ പകുതി എന്ന് പറയുന്നത് x/8. കണ്ടല്ലോ, നോക്കുക. ആദ്യം അദ്ദേഹത്തിന്റെ കയ്യിലുള്ള ഇൻകം നമ്മൾ എക്സ് ആയിട്ട് എടുക്കുന്നു, ഭാര്യയ്ക്ക് കൊടുക്കുന്നത് അതിന്റെ പകുതി, എക്സിന്റെ പകുതി, ദാറ്റ് ഈസ് x/2. അതിന്റെ പകുതിയാണ് x/4. അതായത് പകുതിയുടെ പകുതി. അത് എത്രയാ? പകുതിയുടെ പകുതി, കാൽഭാഗം എന്നൊക്കെ നമ്മൾ പറയാറില്ലേ? /4, 4 കൊണ്ട് ഭാഗിക്കണം. വീണ്ടും അതിന്റെ പകുതി ആർക്ക് കൊടുക്കുന്നു? ഡോട്ടർ കൊടുക്കുന്നു, x/8. ഇനി ഇതെല്ലാം കൊടുത്തു കഴിയുമ്പോൾ അയാളുടെ കയ്യിലുള്ളത് എത്ര രൂപയാണ്? 200. അപ്പൊ നമുക്ക് ഇത് വെച്ച് ഒരു ആൾജിബ്രിക് ഇക്വേഷൻ
ഫോം ചെയ്താലോ? അദ്ദേഹത്തിന്റെ കയ്യിൽ ആകെയുള്ള പൈസ എക്സ് ആയിരുന്നു. അതിൽ നിന്ന് അദ്ദേഹം ആർക്കൊക്കെ കൊടുക്കുന്നത്? വൈഫിന് കൊടുക്കുന്നത് കുറയ്ക്കണം. ടോട്ടൽ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന ഇൻകം ഇതാണ്, എക്സ് ആണെന്ന് വിചാരിക്കുക. എക്സിൽ നിന്ന് ഭാര്യയ്ക്ക് കൊടുത്തത് കുറയ്ക്കണം, മകന് കൊടുത്തത് കുറയ്ക്കണം, ആൻഡ് ആർക്ക് കൊടുത്തതും കുറയ്ക്കണം, x/8 ഡോട്ടർക്ക് കൊടുത്തതും കുറയ്ക്കണം. ഇതെല്ലാം കുറച്ചപ്പോഴാണ് എത്ര? 200 രൂപ തന്റെ കയ്യില് ഉള്ളത്. അതായത് നമ്മളുടെ അയാളുടെ ഇൻകം നമ്മൾ എക്സ് ആയിട്ട് എടുക്കുന്നു, ഭാര്യയ്ക്ക് കൊടുത്തത് കുറയ്ക്കണം, മകന് കൊടുത്തത് കുറയ്ക്കണം, ആൻഡ് ഡോട്ടർക്ക് കൊടുത്തത് കുറയ്ക്കണം. എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞ് റിമൈനിങ് ബാക്കി അദ്ദേഹത്തിന്റെ കയ്യിലുള്ള ഇൻകം എന്ന് പറയുന്നത് 200 ആണ്. ഇപ്പൊ നമ്മൾ ആൾജിബ്രിക് ഇക്വേഷൻ ഫോം ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യണം? എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കണ്ടേ? എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യാം? നമുക്ക് ഇവിടെ ബൈ 1 ഇട്ട് കൊടുക്കാം. എല്ലാത്തിന്റെ ഡിനോമിനേറ്റർ സെയിം ആക്കണം. ഛേദം ഒരുപോലെ ആക്കാതെ കുറയ്ക്കാൻ പറ്റില്ല. ഇവിടെ 1, ഇത് 2, ഇത് 4, ഇത് 8. എല്ലാത്തിനെയും ഏത് കോമൺ ഡിനോമിനേറ്ററിലേക്ക് കൊണ്ടുവരാൻ പറ്റും? 8 ആണ് ബിഗസ്റ്റ് ഡിനോമിനേറ്റർ. ഇവിടെ ഉള്ളതിൽ ഏറ്റവും വലിയ ഛേദം 8 ആണ്. എല്ലാത്തിനെയും 8 ആക്കാൻ പറ്റുമല്ലോ. എല്ലാത്തിനെയും നമുക്ക് 8 ആക്കാം. 8 കൊണ്ട് ഗുണിക്കണം. ആദ്യത്തെ സംഖ്യയെ നമ്മൾ 8 കൊണ്ട് തന്നെ ഗുണിച്ചാലാണ് ഇവിടെ ഡിനോമിനേറ്റർ 8ലേക്ക് വരാൻ പറ്റുള്ളൂ. അടുത്ത സംഖ്യ നോക്കി എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം നോക്കാം. ഇവിടെ 2 ഓൾറെഡി ഉണ്ട്. 2 4s are 8. 4 കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പൊ ഇവിടെ 4 കൊണ്ട് ഗുണിക്കുന്നു. അംശവും ചെയ്തു. ഡിനോമിനേറ്ററും ന്യൂമറേറ്ററും നമ്മൾ സെയിം നമ്പർ കൊണ്ട് ഗുണിക്കുന്നു. അടുത്തത് നമുക്ക് 8 ആക്കണമെങ്കിൽ 4 2s are 8. അപ്പൊ 2 അടിയിലും മുകളിലും ഗുണിക്കാം. ഇപ്പൊ നമുക്ക് ഡിനോമിനേറ്റർ ഒക്കെ സെയിം ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്തത്. നമുക്ക് ഇനി ചെയ്യാം. എന്ത് ഗുണിക്കാനുള്ളത് മുകളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതെല്ലാം നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. 8 into x 8x/8 മൈനസ് അടുത്തത് 4x/8 മൈനസ് 2x/8 മൈനസ് x/8. ഇതിനെ ഗുണിക്കേണ്ട ആവശ്യമില്ല. ഓൾറെഡി ഇറ്റ് ഈസ് 8. ഡിനോമിനേറ്റർ 8 തന്നെയാണ്. അതുകൊണ്ട് അവിടെ ഗുണിക്കേണ്ട ആവശ്യമില്ല. ഈക്വൽ ടു 200. നോക്കിയാൽ നിങ്ങൾ ഇപ്പൊ എല്ലാത്തിന്റെ ഡിനോമിനേറ്റർ സെയിം ആയി. എല്ലാത്തിന്റെ ഡിനോമിനേറ്റർ സെയിം ആയാൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ന്യൂമറേറ്റേഴ്സ് അവര് കൂട്ടണമെങ്കിൽ കൂട്ടാം, കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം. ഇതെല്ലാം കുറയ്ക്കാനുള്ളതാ. 8x ന്ന് ഒരു 4x കളയണം, 2x കളയണം, പിന്നെ ഒരു x കളയണം. അങ്ങനെ മൊത്തം എത്ര x കളയണം എന്ന് അറിയാമോ? 8x ൽ നിന്നും 7x കളയണം. വേണ്ടേ? 7 അല്ലേ? നോക്കിയേ, 4ഉം 2ഉം 6, 6ഉം പിന്നെ ഒരു x ഉം. അപ്പൊ അങ്ങനെ 7x ആണ് നമുക്ക് മൈനസ് ചെയ്യേണ്ടത്. 8x മൈനസ് 7x ബൈ കോമൺ ഡിനോമിനേറ്റർ ഒറ്റ പ്രാവശ്യം എഴുതിയാൽ മതി. എല്ലാത്തിന്റെ ഡിനോമിനേറ്റർ സെയിം ആക്കി നമുക്ക് ഒറ്റ പ്രാവശ്യം എഴുതിയാൽ മതി. അപ്പൊ 8x മൈനസ് 7x ഈക്വൽ ടു by 8 equal to 200. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതിവിടെ ഡിവൈഡ് ചെയ്യാനുള്ളതാണ്. അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോ മൾട്ടിപ്ലിക്കേഷൻ ആകും. അപ്പുറത്ത് കാണാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ മുകളിലേക്ക് എഴുതാം. 8x ൽ നിന്നും 7x മൈനസ് ചെയ്താൽ എന്ത് വരും? 8x നിന്ന് 7x മൈനസ് ചെയ്താൽ 1x ആണ്. 1 നമ്മൾ എഴുതാറില്ല. അപ്പൊ 1x ഈക്വൽ ടു ഈ 8 നമ്മൾ ഇവിടെ ഡിവിഷൻ ആണ്. അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോ 200 into 8 ആണ്. സോ x ഈക്വൽ ടു 1600. എത്ര രൂപയാണ് അയാളുടെ കയ്യിലുണ്ടായിരുന്നത്? അദ്ദേഹത്തിന്റെ വരുമാനമായിട്ട് അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്നത് 1600 രൂപയാണ്. ഈ 1600 നിന്ന് പകുതി ഭാര്യയ്ക്ക് കൊടുത്തു. പകുതി 1600ന്റെ പകുതി എത്രയാ? 800. 800 അവര് ഭാര്യയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി 800 ആണ് കയ്യിലുള്ളത്. ആ 800ൽ നിന്ന് വീണ്ടും പകുതി മകന് കൊടുക്കുന്നു. അപ്പൊ എത്രയുണ്ട് ബാക്കി? 400 അല്ലെ? 400 നിന്ന് വീണ്ടും ആർക്ക് കൊടുത്തു? പകുതി ഡോക്ടർ കൊടുത്തു, അതായത് മകൾക്ക് കൊടുത്തു 200 കൊടുത്ത് ബാക്കി 200 ആണ് അയാളുടെ കയ്യിൽ ഉണ്ടായിരുന്നത്. അതാണ് നമ്മൾ ചെയ്തപ്പോൾ നമുക്ക് ഇവിടെ തന്നിരുന്ന ക്വസ്റ്റ്യനുമായിട്ട് നമ്മൾ മാച്ച് ചെയ്യുമ്പോൾ 200 രൂപ അയാളുടെ കയ്യിൽ സേഫ് ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ ആക്ച്വൽ ഇൻകം വിത്ത് ഹിം, അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന ടോട്ടൽ അല്ലെങ്കിൽ ആക്ച്വൽ ഇൻകം എന്ന് പറയുന്നത് 1600 ആണ്. കിട്ടിയത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ? ഇൻകം നമ്മൾ എക്സ് ആയിട്ട് എടുത്തു, പകുതി വൈഫിന് കൊടുത്ത് x/2, പകുതി വീണ്ടും അതിന്റെ പകുതി ആർക്കാണ്? അതായത് കയ്യിൽ ബാക്കി ഉണ്ടായിരുന്നതിന്റെ പകുതിയാണ് കേട്ടോ അവിടെ പറഞ്ഞിട്ടുണ്ട്. ഹാഫ് റിമൈനിങ്ങിന്റെ ഹാഫ് ആണ്. വീണ്ടും ഹാഫ് ഓഫ് ദ റെസ്റ്റ്, ബാക്കിയുള്ളതിന്റെ പകുതിയാണ് വീണ്ടും ഡോക്ടർ കൊടുത്തത്. അപ്പൊ നമുക്ക് കിട്ടിയത് 1600. മനസ്സിലായല്ലോ? അപ്പൊ ഈ രീതിയിലും ആൾജിബ്രയുടെ കണക്കുകൾ പല രീതിയിൽ ഇങ്ങനെ ഒരുപാട് വേർഡ് പ്രോബ്ലംസ് ഒക്കെ നമുക്ക് ഉണ്ടാവാറുണ്ട്. അപ്പൊ ഇതെങ്ങനെയാ സോൾവ് ചെയ്തിരിക്കുന്നത് നിങ്ങൾ ചെയ്ത് നോക്കാം. ഇന്ന് നമ്മൾ ഒരു 3-4 ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇന്ന് ചെയ്ത പ്രോബ്ലംസ് ഒക്കെ ഒന്നുകൂടി നിങ്ങൾ തന്നിരിക്കുന്ന നോട്ടിൽ നോക്കി അത് ഓരോ സ്റ്റെപ്സും വിടാതെ, സ്റ്റെപ്പ് ഏതെങ്കിലും മിസ്സായി കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ തെറ്റിപ്പോകും. അതുകൊണ്ട് സ്റ്റെപ്സ് മിസ് ചെയ്യാതെ എല്ലാം ചെയ്ത് നോക്കുക എല്ലാവരും. അപ്പൊ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ, താങ്ക് യു.